ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രം പ്രഖ്യാപിച്ചു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. പ്രേമലു സംവിധാനം ചെയ്ത ഗിരീഷ് ഏടിയാണ് സംവിധായകൻ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തുന്ന ബോളിവുഡ് ചിത്രം സർസമീന്റെ ട്രെയിലർ പുറത്ത്. സൈനിക വേഷത്തിലാണ് പൃഥ്വി എത്തുന്നത്. കാജോൾ നായികയാവുന്ന ചിത്രത്തിൽ സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാനാണ് പ്രതിനായകൻ. കയോസ് ഇറാനി സംവിധാനം ചെയ്ത ചിത്രം കരൺ ജോഹറാണ് നിർമ്മിക്കുന്നത്. ജൂലൈ 25-ന് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യും. പ്രശസ്ത ഹോളിവുഡ് താരം മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. റിസർവോയർ ഡോഗ്സ് അടക്കമുള്ള മാസ്റ്റർ പീസുകളിൽ വേഷങ്ങളിലൂടെ ജനപ്രീതി നേടിയ താരമാണ് മൈക്കൽ മാഡ്സൺ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ലോകമെമ്പാടും റെക്കോർഡുകൾ തകർത്ത സ്ക്വിഡ് ഗെയിം 3ാം സീസൺ റിലീസ് ചെയ്ത 93 രാജ്യങ്ങളിലും നെറ്റ്ഫ്ലിക്സിൽ 1ാം സ്ഥാനത്താണ് ഈ കൊറിയൻ അതിജീവന പരമ്പര. സ്ട്രീമിംഗ് ആരംഭിച്ചത് 3 ദിവസത്തിനുള്ളിലാണ് ഈ നേട്ടം. രാമായണ ദ ഇൻട്രൊഡക്ഷൻ എന്ന ഇന്ത്യൻ ഇതിഹാസ ചിത്രത്തിന് ഗ്രാൻഡ് പ്രൊമോ ലോഞ്ച് നടന്നു. രൺബീർ കപൂറും യാഷും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. രാമ-രാവണ യുദ്ധങ്ങളുടെ വേറിട്ട ദൃശ്യാനുഭവമായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രം നവിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. 835 കോടി രൂപയാണ് ബജറ്റ്. പാൻ ഇന്ത്യൻ ചിത്രം ഹരിഹര വീരമല്ലോ ഈ മാസം 24-ന് റിലീസ് ചെയ്യും. പവൻ കല്യാണിനെ നായകനാക്കി ജ്യോതിഷ് കൃഷ്ണയാണ് ചിത്രം സംവിധാനം ചെയ്തത്. സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. അനുഷ്ക ഷെട്ടി നായികയായി എത്തുന്ന ഘാട്ടി എന്ന തെലുങ്ക് ചിത്രത്തിന്റെ റിലീസ് വൈകുമെന്ന് റിപ്പോർട്ട്. ചിത്രം ജൂലൈ 11-ന് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. VFX ജോലികൾ പൂർത്തിയാകാത്തതാണ് റിലീസ് വൈകാൻ കാരണം. പ്രതികാര കഥ പറയുന്ന ഘാട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കീർത്തി സുരേഷ് നായികയായി എത്തിയ തെലുങ്ക് കോമഡി ചിത്രം ഉപ്പ് കപ്പുരമ്പ് ആമസോൺ പ്രൈം വീഡിയോസിൽ റിലീസ് ചെയ്തു. 1990കളിലെ തെലുങ്ക് സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. ആനി IV ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കീർത്തി സുരേഷും സുഹാസ് പാഗുലുവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്.